പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസുകളിൽ കെ.എൻ. ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെ മൊഴി, ബാങ്ക് ഇടപാട് എന്നിവയാണ് ആനന്ദകുമാറിനെതിരായ പ്രധാനപ്പെട്ട തെളിവുകൾ വരുന്നത്. ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന്റെ മൊഴിയും എടുക്കും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ആനന്ദകുമാറിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. എന്നാൽ ആ കേസിൽ മാത്രമല്ല ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നത്. ഏകദേശം 15-ലധികം വരുന്ന കേസുകൾ ഇയാൾ പ്രതിയാണ്. ആ 15 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അസുഖബാധിതനായ അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. അതിനുശേഷമായിരിക്കും എറണാകുളത്തേക്കടക്കം എത്തിക്കുക. ഈ അനന്തകൃഷ്ണനും ആനന്ദകുമാറും തമ്മിൽ നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഈ അനന്തകൃഷ്ണന്റെ മൊഴി, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആനന്ദകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തനിക്ക് CSR ഫണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞത് ആനന്ദകുമാറാണെന്നൊരു നിർണായക മൊഴി അനന്തകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. അതെല്ലാം വിശദമായി പരിശോധിക്കും. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത ആളുകളെയൊക്കെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നിർണായകം BJP നേതാവ് എൻ രാധാകൃഷ്ണന്റെ മൊഴിയാണ്. 42 കോടിയാണ് അദ്ദേഹത്തിന്റെ സംഘടനയായ സൈൻ അനന്തകൃഷ്ണന് കൈമാറിയിട്ടുള്ളത്. അത് ഏത് പശ്ചാത്തലത്തിൽ കൈമാറി, കൈമാറിയതിന് തിരിച്ച് ആ സ്കൂട്ടറുകൾ ലഭ്യമായോ, അക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് എൻ രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്.